ആ പടവുകൾ കയറിയാണ് വന്നത്. നമ്മളെപ്പോലെ കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ റോഡ് ഇതാണ് കേട്ടോ. ഇവിടെ ഒരു മരം ഉഴുതെടുപ്പുണ്ട്. മരം ഒടിഞ്ഞ് വീണിട്ട് ഹാൻഡ് റെയിൽ വളഞ്ഞു പോയി. നമ്മൾ കയറേണ്ടത് ആ മലയുടെ മുകളിലാണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ലാസ്റ്റ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നത് കുടുക്കത്ത് പാറയാണ്. കുടുക്കത്ത് പാറ എക്കോ ടൂറിസം, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കുടുക്കത്ത് പാറയുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ വ്ളോഗെന്ന് പറയും. കുടുക്കത്ത് പാറ എന്ന് പറയുമ്പോഴത്തേക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടിക്കകത്ത് നിന്ന് ഇൻട്രോ എടുക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വണ്ടിക്കകത്തിരുന്ന് എടുക്കുന്നത്. ഞാനും മാമനും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ, സ്നാക്സോ വെള്ളമൊക്കെ വാങ്ങിച്ച് നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് ആ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം അകത്ത് പോകണം വണ്ടിയും കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് കൗണ്ടറിൽ പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ വേറെ കാര്യം, ആനക്കുളം എന്ന് പറയുന്ന സ്റ്റോപ്പാണിത്. ബസ്സിൽ ഇപ്പം പ്രൈവറ്റ് ബസ്സൊക്കെ സർവീസ് ഉണ്ട്. പ്രൈവറ്റ് ബസ് സർവീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആനക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ബസ്. ഇവിടെ നമ്മുടെ മുന്നിൽ വണ്ടി കിടപ്പുണ്ട്, ആനക്കുളം. അപ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പം പ്രൈവറ്റ് ബസ്സിലൊക്കെ വരുന്നവർക്കും ആനക്കുളം ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയി ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം. ആർച്ചിൻ്റെ അകത്തോട്ട് കയറിയാണ് വണ്ടി. അപ്പോൾ നമ്മൾ നേരെ ആർച്ചിൻ്റെ അകത്തോട്ട് കയറിയാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ആ കാറ് കിടക്കുന്ന ആ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. അകത്ത് കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും മരങ്ങളാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അകത്തോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിനകത്തുനിന്ന്. അപ്പോൾ ഇതിനകത്തിപ്പം കാറിന് 30 രൂപയും ബൈക്കിന് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് 30 രൂപ. അപ്പോൾ നമ്മൾ 2 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂടെ 60 രൂപ. മൊത്തം 90 രൂപയായി നമുക്ക് ഈ വണ്ടി മുകളിൽ കൊണ്ടുപോകാം. ഇവിടുത്തെ റോഡ് കുറച്ച് ഇളകി കിടക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് 300 മീറ്റർ വരെ വണ്ടി ഓടിപ്പോവും. അത് കഴിഞ്ഞാൽ ഒരു വളവും ഒരു കയറ്റവും ഉണ്ട്. ആ കയറ്റത്തിൻ്റെ അവിടെ റോഡ് കുറച്ച് ഇളകി കിടക്കണമെന്ന് അവർ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കാറിൽ വരുന്നവർ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ടുവരണം. ഞങ്ങളെ വണ്ടി i20 ആണ്. ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാണ്. അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ, ആ കയറ്റം കയറിയില്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല മഴയുണ്ട് കേട്ടോ. പിന്നെ നല്ല തിരക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ നമ്മൾ ഈ ഭാഗമാണ് കയറാനുള്ളത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ പറഞ്ഞ് കുറച്ച് ഇളകിയ റോഡാണ്. പിന്നെ ഈ കാടും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ വ്ളോഗ് എടുക്കണം. അതൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഈ യാത്രകൾ, കാടിൻ്റെ കൂടെയുള്ള യാത്ര ഇതൊക്കെ ആസ്വദിച്ച് പോകാനുള്ളതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നടന്ന് മുകളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ പാർക്കിങ്ങിൻ്റെ ഒരു സ്പേസ് കിട്ടി. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോയിരുന്നു. ഒരു സ്വിഫ്റ്റ് അവിടെ വന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ വണ്ടി മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത കാറുകൾ നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് വരിക. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്ന സ്വിഫ്റ്റും അതും കയറില്ല, അതും ഇവിടെ പാർക്ക് ചെയ്തായിരുന്നു. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഈ വളവിൻ്റെ സൈഡിലൊരു റോഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ മദ്യപാനവും പുകവലിയൊക്കെ കർശനമായി നിരോധിച്ചിരിക്കുന്ന മേഖലയാണ്. നല്ല ഫീലുള്ളൊരു യാത്ര കാട്ടിലൂടെ, കാടും മഴയും, അതിൻ്റെ ഇടയിൽ കുടയില്ല ഞങ്ങളും. ഈ മരത്തിൻ്റെ മൂട് കണ്ട ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ്, ദ്രവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഈ ഒരു ഭാഗവും ഇല്ല, ഈ ഒരു ഭാഗവും ഇല്ല. ഈ രണ്ടറ്റം മാത്രമേ മണ്ണിൽ ഉറച്ചിരിക്കുന്നുള്ളൂ. ഒരു വലിയ മരമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ കാട് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം 2:30 മണിയാണ് ഉച്ചയ്ക്ക്. പക്ഷെ ഇതിനകത്ത് ഒരു 6 മണിയുടെ ഒരു ഫീലാണ് കേട്ടോ. ഇടയ്ക്ക് നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്, തണലുണ്ട്. പിന്നെ മഴക്കോളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ മരങ്ങളുടെ ഇടയിലൂടെ ചെറിയ സൂര്യപ്രകാശം വരുന്നുണ്ട്. നമ്മൾ കപ്പലിൻ്റെയൊക്കെ കഴിച്ച് ഇങ്ങനെ പതുക്കെ മലയല്ല, കാട് കയറിക്കൊണ്ടിരിക്കണം. പക്ഷെ നല്ലൊരു രസമുണ്ട് കേട്ടോ, നല്ലൊരു ഫീലാണ് ഇതുവഴി നടന്നു പോകുന്ന. മറ്റേ ചീവിട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റേ ചീവിട് വിളിക്കുന്നൊരു സൗണ്ട് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൗണ്ടും ഇല്ല.
ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടോ? ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം. കണ്ട മൈക്കിലൂടെ കേൾക്കുമെന്ന് അറിഞ്ഞില്ല. ഒരു ജീപ്പ് ഇതാ കയറി പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് വരാം. അപ്പം വരുന്ന ആൾക്കാരെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരുന്നതിനായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ആ കാടിൻ്റെ മനോഹാരിതയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് പോകുന്ന നല്ല രസമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഈ ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഫീലായിരുന്നു നമുക്കിപ്പോൾ നടന്നു പോകാനും ഈ കാഴ്ചകൾ കാണാനും. പിന്നെ നമ്മൾ ക്ഷീണിക്കുന്നില്ല, കാര്യം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വിയർക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടിപൊളി രസമുണ്ട്. അപ്പോൾ എല്ലാവരും വരണം. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയൊരു ഇതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞത്. അപ്പോൾ ഈ കുടുക്കത്ത് പാറയിൽ എത്തിച്ചേരാനായിട്ട് ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ കുടുക്കത്ത് പാറ അന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചേരും. നമുക്ക് ആദ്യം വഴി അറിയില്ല, നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താണ് ഇവിടെ എത്തിയത്. അപ്പം നമ്മൾ നടന്ന് വരുമ്പം നമുക്ക് കാണാം ഇവിടെ ഒരു കാവുണ്ട്. കുടുക്കത്ത് പാറ കാവാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതുവരെയാണ് നടന്ന് വന്നത്. ഈ നടന്ന് വരുന്ന വഴിയിൽ തന്നെ ഇവിടെ ചെറിയ കാവ് കാണാം. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുടുക്കത്ത് പാറ കാവ്. നമ്മൾ ആ കാവ് കഴിഞ്ഞ് കയറി വരുമ്പോൾ ഇങ്ങനൊരു കുറച്ചൊരു വലിയൊരു ഏരിയ കാണാം. അപ്പോൾ ഇവിടെ കുറേ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈ കാടിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം. ഇവിടെ ഡസ്റ്റ് ബിന്നുണ്ട്, വേസ്റ്റുകളൊക്കെ നമുക്കിവിടെ നിക്ഷേപിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ വെള്ളവും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് ആ വേസ്റ്റ് അതേ കണക്കിന് തന്നെ നമ്മൾ കൊണ്ടുപോയി വേസ്റ്റ് ബില്ലിൽ ഇടണം. അത് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകരുത്. ഇവിടെയാണ് ഫൈനൽ പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് ഡെസ്റ്റിനേഷൻ. വണ്ടി വന്ന് ഇവിടെ നിന്ന് ലാസ്റ്റ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് സാധനം കിട്ടാത്തവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിക്കാം. വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തതിന് ശേഷം വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ കാറ് വാഹനം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതുവഴി നടന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. അതുവഴി നേരെ ഈ സ്റ്റെപ്പിലൂടെ മുകളിലോട്ട് കയറിപ്പോവാം. അപ്പോൾ ഇവിടെ നടന്ന് വരുന്നവർക്ക് ഇവിടെ വിശ്രമിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതുവഴി നേരെ മുകളിലോട്ട് പോവാം. പാറയുടെ മുകളിലൊരു മരം പിടിച്ച് വളർന്നു നിൽക്കുന്നതാണ്. കൊള്ളാമല്ലേ സംഭവം? അങ്ങനെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഒരുപാടുണ്ട്. മരം ഒടിഞ്ഞു വീണിട്ട് ഹാൻഡ് റെയിൽ വളഞ്ഞുപോയി. ആ പടവുകൾ കയറിയാണ് വന്നത്. നമ്മളെപ്പോലെ കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കയറേണ്ടത് ആ മലയുടെ മുകളിലാണ്. ഈ മലയുടെ മുകളിൽ കയറണം. മുകളിൽ കോടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്നപ്പോഴേ ഈ കോട കണ്ടതാണ്. പക്ഷേ ശ്വാസം കിട്ടാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. കണ്ട ഫുള്ള് കോടയാണ്. അടിപൊളി. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല, സ്റ്റെപ്പൊക്കെ പൊളിഞ്ഞു പോയി. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്നതിൻ്റെ ഇരട്ടി സ്പീഡ് താഴെ പോകും. അപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറാം. പിന്നെ 4 വീൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, കയറി വന്നോളും. എന്തായാലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മൾ വന്നത് ഉച്ചയ്ക്കാണ്, പക്ഷേ ആൾക്കാർ രാവിലെ വന്നിട്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. പക്ഷെ ഉച്ചയായ സമയത്തും കോടയുണ്ട് കേട്ടോ മുകളിൽ. സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. വെള്ളമൊക്കെ കൈ കരുതിക്കൊള്ളണേ. നമ്മൾ വെള്ളം വാങ്ങി വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് വന്നത്. അതാണ് നമ്മളുടെ ഐഡിയ. അയ്യോ, കയറി വരുന്നില്ല വണ്ടിയോ. പിന്നെ മുകളിലാണ് ഇനി പോകാനുള്ളത്. നമ്മളിതാ ഇവിടെ നിന്നാണ് വന്നത്. ആ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വയ്യ. ആ ഭാഗത്തുനിന്ന് കയറി ഇതുവഴി കയറി ഇങ്ങനെ വന്നു. ഇനി ഇവിടെ റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് യാത്ര തുടരാം. കയറി വരുന്ന വഴിയിലോട്ട് വരുമ്പോഴേ ഈ സൈഡിലൊരു ചെറിയൊരു ഇടവഴി കണ്ട്, ഒരു ചെറിയൊരു വഴി തെളിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ ഒരു ഹഡ് കണ്ട്. നമ്മൾ അതുവഴി ഇങ്ങനെ കയറി വന്ന് നമുക്ക് അതുവഴി ഇങ്ങനെ മുകളിലോട്ടാണ് പോകാനുള്ള. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വഴി കണ്ടപ്പം കയറിയതാണ്. ഇവിടെയും എന്തോ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കയറി നോക്കാം. വ്യൂ പോയിൻ്റ് ഉണ്ടോ? അടിപൊളി. അടിപൊളി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അയ്യോ അടിപൊളി. എന്ത് രസം നോക്കിയാണ്. നിന്ന സ്ഥലം ബാക്കിലാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്ന ആ വഴി വരുമ്പം റൈറ്റ് സൈഡ് കണ്ടൊരു ചെറിയൊരു വഴി തെളിഞ്ഞത്. അത് കയറിയപ്പോഴാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് കണ്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പോയിൻ്റ് ഉണ്ട്, വ്യൂ പോയിൻ്റ്.
ഇപ്പം നമ്മൾ 280 സ്റ്റെപ്പാണ് ഇപ്പോൾ ഇതുവരെ ആയിട്ട് കയറിയത്. ഇനി ഒരു 60 സ്റ്റെപ്പും കൂടെ മുകളിലോട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴാണ് മല പൂർണ്ണമായിട്ട് തീരുന്നത്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് 4 ജില്ലകൾ കാണാൻ പറ്റും. 4 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലത്താണ് നമ്മൾ നിൽക്കുന്നത്, പത്തനംതിട്ട, ആലപ്പുഴ. ഈ 4 ജില്ലകൾ നമുക്ക് മുകളിൽ ചെന്നാൽ കാണാം. ഇനി 60 സ്റ്റെപ്പും കൂടെ ഇതേപോലെ കയറാനുണ്ട്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ അടിക്കുന്നുണ്ട്. കാനന പാതയിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ വെയിൽ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം മുകളിലെത്തി, പാറയുടെ മുകളിലെത്താറായി. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോഴാണ് കറക്റ്റ്, ഇതാണ് ഏറ്റവും ടോപ്പ്. ഇവിടെയാണ് നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് വ്യൂ. ഇതാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന മലയുടെ ടോപ്പിലാണ് കേട്ടോ, പാറയുടെ ഏറ്റവും ടോപ്പിലാണ്. പക്ഷേ അവിടെ കയറാനായിട്ടുള്ള ആക്സസ് ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാനുള്ള പെർമിഷനൊന്നുമില്ല. ഇതാണ് ഫൈനൽ നമ്മളിവിടെ തന്നെ വന്ന് ചേരുന്നത്. പിന്നെ ആ ഭാഗത്ത് അവരുടെ കൺട്രോൾ റൂമാണ് ആ കാണുന്ന സംഭവം. തുടക്കത്തിൽ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് നേരം 4 മണി വരെയാണ് ഇവർ ടിക്കറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. 4 മണി കഴിയുമ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ 5 മണി വരെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കാം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത്. മലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഇനിയും സ്ഥലമുണ്ട്, പക്ഷേ അങ്ങോട്ടൊന്നും കയറ്റിയിട്ടില്ല. ഇതാണ് അവർക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഏരിയ. ഇവിടെ മാത്രമേ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റൂ. പിന്നെ ആ സൈഡിൽ നിൽക്കുമ്പോൾ പൊന്മുടിയൊക്കെ കാണാം. പിന്നെ എൻ്റെ ഈ സൈഡ്, എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കൊല്ലം ഭാഗമാണ്. ആ സൈഡിൽ നിന്ന് പൊന്മുടി കാണാമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ 5 മണി കഴിയുമ്പം ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് എല്ലാവരും താഴോട്ട് ഇറക്കി വിടും. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് നോട്ട്. ആ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ നിന്നാലാണ് തിരുവനന്തപുരം ജില്ല കാണുമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗത്ത് കാണുന്നതൊക്കെ പൊന്മുടി, തിരുവനന്തപുരം ഏരിയ എന്നാണ് ഇവിടെ പറഞ്ഞത്. അവർ ചോദിച്ചപ്പം പറഞ്ഞത്. ഇവിടെ നല്ലൊരു അന്യായമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതവിടെ താഴെയും കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ കുറച്ച് വെയിലാണ്. ഇപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ വെയിലും, ഈ ഭാഗത്ത് വെയിൽ, ആ ഭാഗങ്ങളിൽ വെയിൽ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കൂറ്റൻ പാറയുണ്ട്. ആ പാറയുടെ അങ്ങ് ടോപ്പിലായിട്ടൊരു തേനീച്ചക്കൂടും കാണാം. ഇതിന് മുകളിലോട്ട് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ വരെ മാത്രമേ വരാൻ പറ്റൂ. ഇവിടെ സഞ്ചാരികളൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എല്ലാവരും. മാമൻ ഫോട്ടോഗ്രാഫിയിലാണ്. ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ടുണ്ട്, അത് നേരത്തെ കാണിച്ച സ്ഥലത്തോട്ട് പോകുന്നതാണ്. അന്നേരം ആ ഭാഗത്താണ് നിന്ന് അതുവഴി ഇങ്ങനെ കയറി ഇതുവഴി വന്നു കഴിഞ്ഞാൽ താഴെ അവിടെ പോയി നിൽക്കുക. അവിടെ ഇതിനകത്തൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് സൂക്ഷിച്ചിറങ്ങണം. ഇവിടെ അന്യായ പാറയിൽ ചവിട്ടി വേണം അങ്ങ് താഴെ ഇറങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ എന്തായാലും അന്യായ വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നമുക്ക് 4 ജില്ലകൾ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. മല ഇറങ്ങി കൊടുക്കാത്തിപ്പാറയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ക്യാമറയിൽ നോക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം ക്യാമറയിൽ നോക്കി സംസാരിച്ചാൽ ഞാൻ താഴെ വീഴും. അപ്പോൾ ഞാനും മാമനും നമ്മുടെ കൊടുക്കാത്തിപ്പാറയിൽ നിന്നും വിട പറയുകയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും. അപ്പോൾ അതുവരെ സുനിൽ മാമനൊപ്പം റോണിഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ.